ആ ഹലോ, എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും കടന്നു വരട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള വിയ്യപുരത്തെ TS ഡോക്ടർ ശ്യാംകുമാർ, അത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, റെസ്പെക്റ്റഡ് ഡോക്ടർ TS ശ്യാംകുമാറിന് എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. അദ്ദേഹം കുറേ ചിന്തപരമായ കുറേ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും എല്ലാം ഞാനെന്തായാലും ഉണ്ടായി. കാരണം അദ്ദേഹം ഒരു സെക്കൻഡ് അയ്യങ്കാളി സെക്കൻഡ് അംബേദ്കർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൻ്റെ അംബേദ്കർ എന്ന് ചെയ്യാം. കാരണം ആ സമൂഹത്തിൽ ഇന്ന് പലരും ഡോക്ടറേറ്റൊക്കെ നേടിയെങ്കിലും അവരാരും അനങ്ങാതെ അവരുടെ കാര്യങ്ങളും നോക്കിപ്പോവുകയാണ്. ഇന്ന് സമൂഹത്തിൻ്റെ കാര്യങ്ങൾ യഥേഷ്ടം സമൂഹത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ട് കുറേ പുസ്തകങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിമർശനാത്മകമായ സമൂഹത്തിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സമൂഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തിവിട്ടുകൊണ്ട് ഒരു കൊടുങ്കാറ്റാക്കി മാറ്റുന്നുണ്ട്. അത് നന്മയുടെ വിത്ത് തന്നെയാണെന്ന് എനിക്ക് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. പിന്നീട് അവരുടെ സമൂഹം ഒരു കാര്യം കൂടെ ചെയ്യണം. അദ്ദേഹം നിരണൻ രാജൻ പണ്ട് കാലത്ത് ഇങ്ങനെ മത്സരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവരാരും ഇലക്ഷൻ ഒരു വോട്ട് പോലും ചെയ്യാറില്ല. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അദ്ദേഹം ഏത് പാർട്ടിയിലോ എന്തോ ആയിക്കോട്ടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും നിങ്ങൾ അങ്ങനെയുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരുവാൻ നമ്മുടെ കേരള സമൂഹം മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ ശ്യാംകുമാറും നമ്മുടെ ഇവിടുത്തെ ഈ നിയമസഭയിൽ മത്സരിക്കണം. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ആളുകൾക്ക് നല്ലൊരു മന്ത്രി വന്നാൽ അവരുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് വരുവാൻ നല്ല ഒരു ആളാണ് TS ഡോക്ടർ ശ്യാംകുമാർ. അദ്ദേഹത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അദ്ദേഹം ഉയർത്തിവിട്ട ആ കൊടുങ്കാറ്റ് നല്ല രീതിയിൽ കേരളത്തെ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാത്ത കുറേ ആൾക്കാർ പോയി അവിടെ ഇരുന്നിട്ട് ഈ ആട്ടിൻകാട്ട് ഏതാ ഈ കടലയ്ക്ക ഏതാന്ന് തിരിച്ചറിയാതെ പോയി അവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. എങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളാണെന്നൊക്കെ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട്. കാരണം ഇല്ലാത്തവർ ചെന്നിട്ട് അവിടെ ഇരുന്ന് എന്ത് കാര്യം ചെയ്യാനാണ്? അദ്ദേഹത്തെ പോലുള്ള ആളുകളെ വോട്ട് ചെയ്ത് ഉയർത്തി വിട്ടാൽ അത് നല്ല പരിഭ്രേഷ്യം ഉണ്ടാകും. അത് ജനകീയ ആസൂത്രണ കാലത്തുണ്ടായ ഒരു വാക്കാണ് പരിഭ്രേഷ്യം. അന്നേരം നല്ല ഒരു ഗുണം ഉണ്ടാകും സമൂഹത്തിനും. അത് സമൂഹത്തിന് തന്നെയല്ല, അവരുടെ സമൂഹത്തിലെ വെറും എക്സ്പെൻഡിച്ചർ മാത്രമല്ല, അവരുടെ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ കാണുവാൻ കഴിയും. അവരുടെ എല്ലാവിധ മേഖലകളും, അത് ഉൽപ്പാദന മേഖലയും സേവന മേഖലയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒക്കെ നല്ലൊരു വികസനം കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സംസ്കാരപരമായിട്ടും അവർക്ക് ഉത്തേജനം നൽകുവാൻ അദ്ദേഹത്തിന് കഴിയും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെ കൂടുതൽ രംഗങ്ങളിലേക്ക് കൊണ്ടുവരണം, സമൂഹത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ അവരുടെ സമൂഹത്തിലെ പുന്നല ശ്രീകുമാറിനെ പോലുള്ളവർ അവിടെ നിൽക്കാതെ അദ്ദേഹവുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടാകണം. അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള മനോഭാവം ഉണ്ടാകണം. നിങ്ങളുടെ സമൂഹത്തെ എല്ലാവരും ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നും പറഞ്ഞിരിക്കാതെ, ഇപ്പം ഡോക്ടറേറ്റും മറ്റവരും ഒക്കെ ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള നല്ല മനഃസ്ഥിതിയുള്ള നല്ല പാവമായ ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങളുടെ സമൂഹത്തിൽ ആൾക്കാരുണ്ടാകണം. അവരെ കൊണ്ടുവന്ന് അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് ഇരുത്തുവാണെങ്കിൽ നമുക്കല്ല നിങ്ങളുടെ സമൂഹത്തിന് ഒരു നല്ല ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ അരേ സമുദായത്തിലുള്ളതാണ്. ഞാനിതൊന്നുമല്ല
OBC അല്ല, ഇപ്പം അത് OEC ആണ്. OEC വിഭാഗം എനിക്ക് ഒന്നും ലെവലൊന്നും ഇല്ല. നേരത്തെ വേറൊരു വിഭാഗമായിട്ടാണ് ഇരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ സമുദായത്തെ കോടതി വിധി പ്രകാരം ആയിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാൻ അതായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ എനിക്ക് ഞാൻ ആദ്യകാലത്ത് കുറേ ജാതിപരമായ കുറേ ഉച്ചനീചത്വങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായി ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ കിടന്ന് വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് ആരും തരത്തില്ല. അവിടെ ആണോ അവിടെയല്ല, ഇവിടെ ആണോ ഇവിടെയല്ല, ഒന്നുമില്ലാത്ത ഞാൻ കിടന്ന് വിഷമിച്ച കാലങ്ങളുണ്ട്. എന്നെ ഇട്ട് നാറ്റിച്ച കാലങ്ങളുണ്ട്. എന്നാലും എനിക്ക് അതിലൊന്നും വിഷമമില്ല. ആര് നാറ്റിച്ചാലും നാറ്റിച്ചില്ലേലും ഞാൻ എൻ്റെ ജീവിതം മറ്റൊരു സ്റ്റൈലിലേക്ക് വിട്ടു. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്കില്ലെന്നല്ല, മാർക്കുണ്ട്. എനിക്കിപ്പോൾ ഇനിയും എൻ്റെ ഇത്ര പ്രായമായി. അദ്ദേഹത്തെ പോലുള്ള നല്ല മനുഷ്യർ ആ സമൂഹത്തിന് നല്ല ഒരു പ്രയോജനമായിരിക്കും എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അല്ലാത്തവരെ വിട്ടാൽ വെറുതെ ആ സമൂഹത്തിന് ഒരു നേട്ടം ഉണ്ടാകുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവരും അവരുടെ സമൂഹത്തിലെ ചില ആൾക്കാർ വലിയ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമൂഹത്തെ പോലും തിരിച്ചു നോക്കില്ല. ഞാൻ കുറേ കാലം മുമ്പ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ, എൻ്റെ ജോലി അതല്ല, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് അവർ ആട്ടി ഓടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരെ രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ച് എൻ്റെ ജോലിയല്ല പോലും ഞാൻ അവർക്ക് എഴുതി കൊടുക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ പോയപ്പോഴത്തേക്ക് അവർ പറയാം ആ നായർ ചെറുക്കാൻ കാരണം എനിക്കിത് കിട്ടിയത്, നായർ ചേർക്കാൻ കാരണം എനിക്ക് കിട്ടിയതെന്ന്. ഞാൻ നായരൊന്നുമല്ല, ഞാൻ അരേ സമുദായമാണ്. ഈ നായർ ചേർക്കാൻ കാരണമാണ് അത് കിട്ടിയത്. അവൾ വലിയ ബെഡ്റൂള്, അവൾ വലിയ ബെഡ്റൂളാന്നൊക്കെ പറഞ്ഞ് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അന്നേരം അവിടെ ഇന്ന് വേറെ ഇവരുടെ സമൂഹത്തിലെ വേറെ രണ്ടുപേർ പറഞ്ഞു സാറേ ഇതത്ര നല്ലതല്ല, നമ്മുടെ സമൂഹമാണ്, മോശമാണ് എന്ന്. അയാൾ അരേ സമുദായമാണ്, എങ്കിലും അയാൾക്ക് തോന്നിയ പോലെ ഒന്നും നമ്മുടെ സമുദായത്തിന് ആരും തോന്നിച്ചില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് വിഷമമുണ്ട് സാറേ ഇങ്ങനൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇവരോ ആരും ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ തന്നെയാണ് ചെയ്ത് അവർക്ക് കൊടുത്തതെന്ന് ഓർക്കുക. അന്നേരം നിങ്ങളുടെ സമൂഹത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ആണെങ്കിലും ആര് വന്നോട്ടെ ഈ പാവങ്ങളായിട്ടുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഓരോ പൗരൻ, നമ്മളെ ഓരോരുത്തരെയും ഈ ഗവൺമെൻറ് വിടുന്നത് എല്ലാ നമ്മുടെ ഇന്ത്യക്കാരായ സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് വരുവാനും അവർക്ക് നല്ല സർവീസ് നൽകുവാനും ഒക്കെയാണ്. അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി നിങ്ങൾ അവരെ ഉന്നതിയിലേക്ക് നയിക്കണം. അതിന് കളവ് കാണിക്കാനോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാനോ ഒന്നും അല്ല. അത് നേരായ രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അല്ലാതെ ഞാൻ വലിയതായാൽ മതി, അല്ലാതെ മറ്റുള്ളവർ എങ്ങനെയാലും ആകട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്കൊന്നും കിട്ടിയില്ലായിരിക്കാം, വേണ്ട, എനിക്കൊന്നും കിട്ടിയിട്ടുമില്ല, വേണ്ട, എനിക്കത് കിട്ടിയിട്ടും വേണ്ടേ. ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ആവശ്യമില്ലാത്ത വിശ്വാസമല്ല ഈ കൂടോത്രവും കൊണ്ടിയും മന്ത്രജപവും. എന്നെ ഇപ്പം ചിലർ പറയും അയ്യോ സാറ് അവിടെ വന്നേര് ശ്രീകൃഷ്ണസ്വാമിയുടെ അവിടെ ചെന്നാൽ പൂജ ചെയ്താൽ മതി. എനിക്ക് ഈ ആവശ്യമില്ലാത്തതൊന്നുമില്ല. കാരണം എനിക്ക് പൂജ ചെയ്യേണ്ട സമയത്തൊന്നും ആരും പൂജയും ചെയ്തില്ല, ആരും മന്ത്രവും ചെയ്തില്ല. എനിക്ക് ഒട്ടും പൂജയും വേണ്ട. എനിക്ക് ആവശ്യമില്ലാത്ത എനിക്കറിയാം, പൂജയൊക്കെ അറിയാം. ഞാൻ ആവശ്യമില്ലാത്ത പൂജയ്ക്കൊന്നും പോകുന്നില്ല. എൻ്റേതായ ഞാനും അദ്ദേഹത്തെ പോലെ ഗവേഷണം ചെയ്യണമെന്നുണ്ട്. ഇച്ചിരൂടെ കഴിയല്ല ഗവേഷണം ചെയ്യാനുള്ള. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞാനും അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ട ഗൈഡ്സിനെ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്യുന്നത് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ കൂടെയാണ് ചെയ്യുന്നെങ്കിലും ഞാൻ ഹിസ്റ്ററിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പഠിച്ചത് ഹിസ്റ്ററിയാണ്. അന്നേരം ഹിസ്റ്ററിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പഠിക്കുന്നത്. സംസ്കാരപരമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പഠന വിഷയമാക്കുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് സനാതനവും മറ്റ് അന്നത്തെ പഴയ കാലത്തുള്ള
പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനും കൂടിയാണ്. കാരണം അവരുടെ സമൂഹത്തിലെ ഒരു കാലത്ത് സംസ്കൃതം പഠിപ്പിക്കാൻ പോലും പറ്റിയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അന്നേരത്തേക്ക് ഇന്ന് അദ്ദേഹം നല്ല ഒരു ചെറിയ സമുദായത്തിൽ നിന്ന് ചുരുങ്ങിയ പ്രതിശീർഷ വരുമാനത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു സമൂഹത്തിലേക്ക് എത്തിയതെന്ന് തന്നെ പറയുന്നത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ നാട് ബിയ്യപുരമാണ്, തിരുവല്ലയ്ക്കടുത്ത ബിയ്യപുരമാണ്. ഞങ്ങളും തിരുവല്ലക്കാരാണെങ്കിലും ഞങ്ങൾ യഥാർത്ഥത്തിൽ തിരുവല്ലയൊന്നുമല്ല, ഞങ്ങൾ കൊച്ചിക്കാരായിരുന്നു. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് അവിടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളുടെ പൂർവികർ കൊച്ചി ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അന്നത്തേക്ക് ചിലർ ആവശ്യമില്ലാത്ത കുറേ തള്ളുകൾ തള്ളും. അതിനൊന്നും ഇല്ല. റെക്കോർഡ് രേഖാപരമായിട്ട് ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാലമേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങളുടെ ഒറിജിനൽ പ്ലേസ് വേറെ ഒരു സ്ഥലമായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഞാൻ രേഖാമൂലം അതിന് തന്നോളാം. പിന്നെ എന്നെ ചിലർ പറയും ഞാൻ മാനസിക രോഗിയാണ്, മനോരോഗിയാണ്. എന്തു ആയിക്കോട്ടെ, ഞാൻ അതിനൊക്കെ ഉള്ള മറുപടിയൊക്കെ പിന്നീട് പറയാം. അവർക്ക് എന്താണ് മനസ്സിൽ ഉള്ളത്, അവരിപ്പം എൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. പല രീതിയിൽ നോക്കുന്നുണ്ട്, എന്നെ കാശിട്ട് നോക്കുന്നുണ്ട്, പെണ്ണിട്ട് നോക്കുന്നുണ്ട്, പല രീതിയിൽ. എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല മോനെ. എനിക്ക് വർഗീയത പടർത്തുകയും വേണ്ട, എനിക്ക് ആരെയും വലിയ ചങ്ങാത്തം. എന്നെ പടർത്തിയ ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. എനിക്ക് അവരോടൊന്നും വലിയ പ്രതിപത്തിയൊന്നും ഇല്ല. പിന്നെ ആരെ ഉപദ്രവിക്കാതെ പോകണമെന്നുള്ളത് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാനൊരു 10 പൈസ വാങ്ങാറില്ലായിരുന്നു. 10 പൈസ പത്തനംതിട്ട DDPയിലെ ഷമീമൻ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ആൾക്കാർ. പിന്നെ അന്നും കലകളെ സ്നേഹിച്ചിരുന്ന എന്നെ ചിലർ പാട്ട് പാടാനൊക്കെ അറിയാവുന്ന ചില ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ അടുത്ത് കൊണ്ടുപോയി പാട്ട് പാടിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നല്ല. ഹരിദാസ് സാർ എന്ന് പറയുന്ന റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റ് ഹരിദാസ് സാറ്, അദ്ദേഹം അവരുടെ പാർട്ടിയുടെ യോഗം കൂടുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പല പഴയ പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും എന്നെ സമൂഹത്തിൽ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൂടിയിട്ടോ ഒന്നുമില്ല. ഞാൻ അതൊക്കെ എൻ്റെതായ കഴിവുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഞാൻ കുടുംബശ്രീയുടെ ആണെങ്കിലും അതൊക്കെ ഞാൻ വൺവഴിയായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. എനിക്ക് ജോലിയിൽ ഇന്നതേ കിട്ടാവുള്ളൂ, ഇന്നതേ ചെയ്യാവുള്ളൂ ഒന്നും ഞാൻ കരുതിയിട്ടില്ല, ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ എന്ത് പണിയും ചെയ്യാനും എനിക്ക് സന്നദ്ധയാണ്. ഞാൻ എല്ലാവരോടും എപ്പോഴും പ്രതിബദ്ധത ഉണ്ടാകുന്ന നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെയും കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ സമൂഹം ഇതിനേക്കാൾ മോശമായിട്ടാണ് പോകുന്നത്. എന്നിട്ടും ചിലരൊക്കെ പറയുന്ന അതൊക്കെ ശരിയായി, നല്ലതായി, വലുതായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സമൂഹം ഇതിനേക്കാൾ ഒരു ഇല്ലിക്കമ്പയിലെ ഈ വെറും ഇരിക്കുന്ന ഇരുന്ന് നിൽക്കുന്ന ഈ പറങ്കിപ്പഴം പോലാണ്. ആർക്ക് വേണേലും തട്ടിയെടുക്കുക. അങ്ങനത്തെ ഒരു ഇതായിട്ട് തീർന്നിരിക്കുകയാണ് ധീവര സമുദായം. അന്നേരത്തേക്ക് എപ്പം വേണേലും തട്ടിയിട്ട നിലത്ത് വീഴാവുന്ന രീതിയിലാണ്. അന്നേരത്തേക്ക് അത് ഞങ്ങളുടെ സമൂഹം പോലും നോക്കുന്നില്ല. ആവശ്യമില്ലാത്ത കുറേ ചിന്തകളും ആവശ്യമില്ലാത്ത കുറേ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് സമൂഹം അവിടെ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നെങ്കിലും നമുക്കൊന്നും പ്രയോജനമൊന്നും ഇല്ലാത്തതാണ്. അന്നേരം ഞാൻ പറയുന്നത് ശ്യാംകുമാർ സാറിനെ പോലുള്ളവർ എന്നെപ്പോലും അംഗീകരിക്കുകയില്ല. കാരണം ഞാൻ വേറെ ഏതാണ്ട് ജാതിയാണ്. അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിലാണ്. പിന്നെ ഇപ്പം കോടതി ഇടപെട്ട് ഇങ്ങനെ ഒരു ഇത് ചേർത്തത് കൊണ്ട് പിന്നെ ഞാൻ ഇതിലുണ്ട്, ധീവരസഭ അംഗമാക്കി വെച്ചിട്ടുണ്ട്. കാരണം കോടതിയുടെ റെക്കോർഡുകൾ പ്രകാരം ഞാൻ ചെയ്ത് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. എൻ്റെ അച്ഛൻ്റെയും ഒക്കെ ഇത് വെച്ച് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം അത് റിയൽ ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അംഗീകരിച്ചതന്നേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ആർക്കും സന്മനസ്സ് തോന്നി അംഗീകരിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അദ്ദേഹത്തെ പോലുള്ള ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവരെ ബഹുമാനിക്കുന്നു. ഇന്നും അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത സംഭാവനകൾ, കേരള സംസ്കാരത്തിന് നൽകിയ സംഭാവനകൾ
സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എനിക്കൊരു നല്ല മനസ്സുണ്ട് സാറേ. നിങ്ങളുടെ സമൂഹം എന്നെ വർഗീയവാദിയും കുറ്റവാദിയും ഒക്കെ ആക്കിയെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരുണ്ടാകുവാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല മനസ്സുണ്ട്. നിങ്ങളെപ്പോലുള്ള ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരോടും പറയും, പഠിച്ചുയരണം. നിങ്ങൾ ആ അംബേദ്കർ പറഞ്ഞ സ്റ്റൈലിലേക്ക് ഉയരണം എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ജോലി ഉണ്ടായിട്ട് പോലും ശരിയായിട്ട് പിള്ളേരെ പോലും പഠിപ്പിക്കാതെ എന്നിട്ട് പിന്നെ കുറേ കാശുണ്ടാക്കിയിട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇതുപോലുള്ള സാറിനെ പോലെ പഠിച്ചും സമൂഹത്തിൽ ഗുണം ചെയ്യുന്ന കുറേ ആൾക്കാരെ ഉണ്ടാകണം, അവരുടെ സമൂഹത്തിനുണ്ടാകണം. ശ്യാംകുമാർ സാറ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഞാൻ അങ്ങയോട് അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ തിരക്കും. എനിക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്ന് പറയുന്നു, നിങ്ങളുടെ സമൂഹത്തെ കൊച്ചിയിൽ ആദ്യമായി അംഗീകരിച്ചത് എൻ്റെ അപ്പൂപ്പനായ പണ്ഡിറ്റ് കർപ്പനാണ്. പണ്ഡിറ്റ് കർപ്പനാണ് ജാതി കുമ്മി എന്ന ഒരു പോയം എഴുതിയത്. എൻ്റെ അപ്പൂപ്പൻ തന്നെയാണ്. മറ്റൊരു അപ്പൂപ്പനാണ്, അച്ഛൻ്റെ വകയിലെ ഒരു അപ്പൂപ്പനാണ് ചെമ്പിലരയനും. ഇദ്ദേഹവും അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്ക് നിങ്ങൾക്ക് കായലോര പ്രസംഗിക്കാൻ അയ്യങ്കാളിയെ ക്ഷണിച്ചതും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകിയതും അദ്ദേഹമാണ്. അന്നേരം എപ്പോഴും ലിബറൽ സമുദായത്തിലെ ഈ രണ്ട് വിഭാഗങ്ങൾ ഞങ്ങൾ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധ നന്മകളും അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.